ആകാശവാണി എന്ന പ്രണയിനി. കഥ എഴുതി അവതരിപ്പിക്കുന്നത് സുബ്രഹ്മണ്യൻ മാസ്റ്റർ. പ്രഭാകരൻ ഒരു തയ്യൽ തൊഴിലാളി ആണ്. 10 വർഷമായി മറ്റൊരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭാകരന് ഭാര്യ സജനിയും മക്കളായ അനന്തനും രാജിയും ഇന്ദുലേഖയും ആണ് ഉള്ളത്. ഈ ഒരു കുടുംബത്തിൻ്റെ ഭാരം ഈ ജോലി കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് തോന്നിയ പ്രഭാകരൻ സ്വന്തമായി ഒരു കട തുടങ്ങുന്നതിന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്കൂളിന് അടുത്ത് വാടക മുറി എടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. അതിനായി ബാങ്ക് ലോണും ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ച് കിട്ടിയ പണവും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സ്വരൂപിച്ച തുകയുമായി പ്രഭാകരൻ ആ കട ആരംഭിക്കുന്നു. ഉദ്ഘാടനത്തിന് ഭാര്യയും മക്കളും പ്രഭാകരനുമാണ് വിളക്കിന് തിരി കൊളുത്തിയത്. കടയ്ക്ക് എല്ലാവരുടെയും ആദ്യ അക്ഷരം ഉപയോഗിച്ച് പാരീസ് ടൈലേഴ്സ് എന്ന നാമകരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ ആ കട അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു. അടുത്ത സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ സഹായത്തോടുകൂടി അടുത്ത വർഷത്തേക്കുള്ള യൂണിഫോമിന് ഉള്ള ഓർഡർ പ്രഭാകരൻ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കടയിലെ 2 തയ്യൽ മെഷീൻ കൂടി മേടിച്ച ശേഷം 2 തയ്യൽക്കാരെ വെച്ച് ആ യൂണിഫോമിൻ്റെ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നു. അങ്ങനെ സാമ്പത്തികമായ ഒരു ഉയർച്ച പ്രഭാകരന് ഉണ്ടാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രഭാകരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആയ സുധീഷ് വിദേശത്തു നിന്നും വന്ന് പ്രഭാകരനെ കാണുന്നു. പ്രഭാകരൻ ഈ കട തുടങ്ങിയതിന് വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് സുധീഷ്. 2 പാൻറ്റും 2 ഷർട്ടും തയ്ക്കുന്നതിനുള്ള തുണി നൽകിയ ശേഷം ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ചെന്ന് അടുത്ത ഇലക്ട്രോണിക് കടയിൽ നിന്നും ഒരു റേഡിയോ വാങ്ങി പ്രഭാകരന് നൽകുന്നു. തൻ്റെ ജോലി സന്തോഷകരമായി നടത്തുന്നതിന് ഈ റേഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ് അത് പ്രഭാകരനെ ഏൽപ്പിക്കുന്നു. പ്രഭാകരന് വളരെയധികം സന്തോഷം ആയി. അങ്ങനെ ആ റേഡിയോ ആ കടയിലെ മുഷിപ്പ് മാറ്റുന്നതിന് വളരെ സഹായകമായി. ആകാശവാണി പരിപാടികളെല്ലാം അതിലൂടെ കേൾക്കുകയും അതേപോലെ തന്നെ സുന്ദരമായ പാട്ടുകളും മറ്റ് വിജ്ഞാനപ്രദമായ പരിപാടികളും കേട്ട് ദിവസം പോകുന്നതറിയാതെ പ്രഭാകരൻ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രഭാകരൻ്റെ തൊഴിലാളികൾക്കും അത് വളരെ സന്തോഷമായി. അങ്ങനെ ആകാശവാണി പ്രണയം പ്രഭാകരൻ്റെ വീട്ടിലെ ദുരിതങ്ങൾ ഒഴിവാക്കുകയും നല്ല സമ്പാദ്യം നേടുന്നതിന്
പ്രഭാകരനെ സഹായിക്കുകയും ചെയ്തു. പ്രഭാകരൻ എന്നും പറയുമായിരുന്നു, ഒരു പ്രണയിനിയെ പോലെയാണ് ആകാശവാണി പ്രഭാകരനെ എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു നേട്ടമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്.